ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവന്റെ അടിസ്ഥാന കോഡ്, ആ ബ്ലൂ പ്രിന്റ് തന്നെ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു ലോകം. കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെയുണ്ടല്ലേ? പക്ഷേ അതാണ് ബയോടെക്നോളജി. മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ ഒരു ശാസ്ത്രശാഖയുടെ ആവേശകരമായ ലോകത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇപ്പൊ നോക്കൂ, നമ്മളെ തീ കണ്ടുപിടിച്ച കാലം മുതൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ മനുഷ്യൻ എപ്പോഴും ടെക്നോളജിയെ പടികളെങ്ങനെ കേറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലേ? ആ ഒരു യാത്രയിലെ ഏറ്റവും പുതിയതും ഒരുപക്ഷെ ഏറ്റവും ശക്തവുമായതുമായ ഒരു കാൽവെപ്പാണ് ബയോടെക്നോളജി. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളെ തന്നെ മാറ്റിയെഴുതാനുള്ള ആ ഒരു കഴിവ്, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ 4 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ പഴയ ടൂൾസ് വെച്ച് തുടങ്ങും, ആ കത്രികയും പശയും ഒക്കെ. പിന്നെ വരും ക്രിസ്പർ എന്ന സൂപ്പർ പ്രിസിഷൻ ടൂൾ. അത് കഴിഞ്ഞ് ഇതിന്റെയൊക്കെ ഫലമായി ഉണ്ടായ GMOകളെക്കുറിച്ച് സംസാരിക്കും. അവസാനം നമ്മുടെയെല്ലാം സമ്പൂർണ്ണ ബ്ലൂപ്രിന്റായ മനുഷ്യ ജീനോമിലേക്കെത്തും. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. DNA ഒരു വലിയ കോഡ് ബുക്കായിട്ട് സങ്കല്പിച്ചാൽ അത് എഡിറ്റ് ചെയ്യാൻ ശാസ്ത്രജ്ഞർ ആദ്യം ഉപയോഗിച്ച ആ കത്രികയും പശയും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജനിതക എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. സംഭവം സിമ്പിളാണ്. ഒരു നല്ല ബിരിയാണി റെസിപ്പിയിൽ നിന്ന് ആ മസാല കൂട്ടെടുത്ത് നമ്മൾ വേറൊരു കറിയിൽ ചേർക്കുന്നത് പോലെ ഒരു ജീവിയിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു നല്ല ജീനിനെ എടുത്ത് മറ്റൊന്നിലേക്കും മാറ്റിവെക്കുന്നു. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ശാസ്ത്രലോകത്ത് ഇതൊരു വൻ വിപ്ലവം തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രക്രിയയെ നമുക്ക് വളരെ ലളിതമായിട്ടിങ്ങനെ മനസ്സിലാക്കാം. DNA-യുടെ നീണ്ട ശൃംഖലയെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജനിതക കത്രിക, പിന്നെ ആ മുറിച്ചെടുത്ത ഭാഗം വേറൊരിടത്ത് ഒട്ടിച്ചു ചേർക്കാൻ സഹായിക്കുന്ന ഒരു ജനിതക പശ. ഇവ യഥാർത്ഥത്തിൽ റെസ്ട്രിക്ഷൻ എൻസൈമുകളും ലിഗേസ് എൻസൈമുകളും എന്നു പറയുന്ന പ്രോട്ടീനുകളാണ്. അപ്പോ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമതായി നമുക്ക് വേണ്ട ജീൻ, ഉദാഹരണത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ജീൻ, മനുഷ്യ DNA-യിൽ നിന്ന് മുറിച്ചെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പില് അതേ കത്രിക വെച്ച് ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ്, അതായത് അതിന്റെ ചെറിയൊരു DNA കഷണം മുറിക്കുന്നു. മൂന്നാമതായി നമ്മൾ മുറിച്ചെടുത്ത മനുഷ്യ ജീൻ ആ പ്ലാസ്മിഡിലേക്ക് പശ വെച്ചൊട്ടിക്കുന്നു. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഈ പുതിയ DNA ഒരു ബാക്ടീരിയയിലേക്ക് കടത്തിവിടുന്നു. അതോടെ ആ ബാക്ടീരിയ നമുക്ക് വേണ്ടി ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ ഫാക്ടറിയായി മാറും. സിമ്പിൾ. ഇതിന്റെ ഏറ്റവും മികച്ചതും ശക്തവുമായ ഉദാഹരണങ്ങളിലൊന്നാണ് പ്രമേഹരോഗികൾക്കു വേണ്ടിയുള്ള ഇൻസുലിൻ നിർമ്മാണം. പണ്ടൊക്കെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തിരുന്ന ഇൻസുലിൻ ഈ ടെക്നോളജി വന്നതോടെ ബാക്ടീരിയകളെ ഉപയോഗിച്ച് വലിയ അളവിൽ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അപ്പോ ഈ കട്ട് ആൻഡ് പേസ്റ്റ് രീതി ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. പക്ഷേ അതിനും അതിന്റേതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നുകൂടി കൃത്യമായി ഒരു ഡോക്യുമെന്റിൽ ഒരു വാക്ക് കണ്ടെത്തി മാറ്റുന്നതുപോലെ, ഒരു സെർച്ച് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ പോലെ നമുക്ക് DNA എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം വന്നു. ആ ചോദ്യത്തിൽ നിന്നാണ് അടുത്ത വലിയ ടെക്നോളജി വരുന്നത്. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. ജനിതക എഞ്ചിനീയറിംഗ് രംഗത്ത് ഒരു പുതിയ യുഗം തന്നെ തുറന്നുതന്ന ക്രിസ്പർ എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയെ നമുക്ക് പരിചയപ്പെടാം. ക്രിസ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു വഴിയുണ്ട്. നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാറില്ലേ? വേണ്ട ഭാഗം കട്ട് ചെയ്യാനും പുതിയത് ചേർക്കാനും എഫക്റ്റ് കൊടുക്കാനുമൊക്കെ പറ്റും. ഏകദേശം അതുപോലെ ജീനുകളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് ക്രിസ്പർ. ക്രിസ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ കൃത്യതയാണ്. ആയിരക്കണക്കിന് പേജുകളുള്ള ഒരു പുസ്തകത്തിലെ ഒരു പ്രത്യേക വാക്ക് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു, അതുപോലെ കോടിക്കണക്കിന് അക്ഷരങ്ങളുള്ള നമ്മുടെ DNA-യിൽ മാറ്റം വരുത്തേണ്ട സ്ഥലം കൃത്യമായി കണ്ടെത്താൻ ഈ ടെക്നോളജിക്ക് സാധിക്കും. ഈ പ്രക്രിയ പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ഒന്നാമതായി ഒരു വഴികാട്ടിയെപ്പോലെ ഗൈഡ് RNA DNA-യിലെ ടാർഗറ്റ് സ്പോട്ട് കണ്ടുപിടിക്കുന്നു. രണ്ടാമതായി അതോടൊപ്പമുള്ള Cas9 എന്ന ഒരു തന്മാത്രാ കത്രിക ആ സ്ഥലം കൃത്യമായി മുറിക്കുന്നു. മൂന്നാമതായി ആ മുറിഞ്ഞ ഭാഗത്ത് നമ്മുടെ കോശത്തിന്റെ സ്വാഭാവികമായ റിപ്പയർ സിസ്റ്റം ഉപയോഗിച്ച് പുതിയ ജനിതക നിർദ്ദേശങ്ങൾ നമുക്ക് ചേർത്തു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും പവർഫുള്ളായ ടൂൾസ് ഉണ്ട്. ഇവ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഈ സാങ്കേതിക വിദ്യകളുടെ എല്ലാം ഒരു ഔട്ട്പുട്ടാണ് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന GMOകൾ.
അതായത് സസ്യങ്ങൾ, മൃഗങ്ങൾ, ചെറിയ ബാക്ടീരിയകൾ എന്തിന്റെയും ജനിതക ഘടനയിൽ നമുക്കിതുവഴി മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒന്ന് നോക്കിയേ ഈ ലിസ്റ്റിലേക്ക്. ഇതിലെ വൈവിധ്യം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഒരറ്റത്ത് കീടങ്ങളെ സ്വയം തുരത്തുന്ന ബീറ്റി പരുത്തി, വേറൊരു വശത്ത് വൈറ്റമിൻ എ നിറഞ്ഞ ഗോൾഡൻ റൈസ്. ഇനിയിപ്പം ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഈക്കോളി ബാക്ടീരിയ മുതൽ രാത്രിയിൽ തിളങ്ങുന്ന ഗ്ലോ ഫിഷ് വരെ, അതായത് കൃഷി മുതൽ വൈദ്യശാസ്ത്രം വരെ എവിടെ നോക്കിയാലും ഇതിന്റെ ഒരു സ്വാധീനം കാണാം. ജീനുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനപ്പുറം ഈ ടൂൾസ് ശാസ്ത്രചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ സഹായിച്ചു. അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഒരു മനുഷ്യനെ ഉണ്ടാക്കാനുള്ള സമ്പൂർണ്ണ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ജനിതക ഭൂപടം തയ്യാറാക്കുക. അതായിരുന്നു ഈ വലിയ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് ഒരു വ്യക്തിയുടെയോ ഒരു രാജ്യത്തിന്റെയോ മാത്രം ശ്രമമായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഒരുമിച്ചു നിന്ന് ഒരു ചരിത്ര ദൗത്യമായിരുന്നു ഇത്. 300 കോടി. ഒന്നാലോചിച്ചു നോക്കൂ, അത്രയും ബേസ് പെയറുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ നമ്മുടെയൊക്കെ ജനിതക പുസ്തകത്തിലുണ്ട്. ഈ പ്രൊജക്റ്റിലൂടെ ശാസ്ത്രജ്ഞർ ആ പുസ്തകത്തിലെ ഓരോ അക്ഷരവും ക്ഷമയോടെ വായിച്ച് രേഖപ്പെടുത്തി. ആ ഒരു സംഖ്യ മാത്രം മതി നമ്മുടെ ജനിതക കോഡ് എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ ഈ വലിയ പുസ്തകം മുഴുവൻ വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലായി. നമ്മുടെ DNA-യുടെ വെറും 1-2% മാത്രമാണ് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന ജീനുകൾ. ബാക്കിയുള്ള 98%ത്തെയും ഒരു കാലത്ത് ജങ്ക് DNA എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം ആ ഭാഗത്തിനും വളരെ പ്രധാനപ്പെട്ട റോളുകളുണ്ടെന്ന്. അപ്പോ ഇതിന്റെയൊക്കെ ഫലം എന്തായിരുന്നു? നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കംപ്ലീറ്റ് ജനിതക ഭൂപടമുണ്ട്. അതുകൊണ്ട് പല രോഗങ്ങളുടെയും മൂലകാരണം കണ്ടെത്താനും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സാരീതികൾ വികസിപ്പിക്കാനുമൊക്കെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ ഇത് മാറ്റിമറിച്ചു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവന്റെ കോഡ് വായിക്കാനും അത് തിരുത്തി എഴുതാനും പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ അത്രയും വലിയൊരു ശക്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ശക്തി ഉപയോഗിച്ച് നമ്മളിനി ഏത് കഥയാണ് എഴുതാൻ പോകുന്നത്?